Hello everyone, welcome to onchainhub. I am Muhammad Jasim. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോകൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ മെറ്റാമാസ്ക് വാളറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മെറ്റാമാസ്ക് വാളറ്റിൽ നെറ്റ്വർക്ക്സ് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഹാൻഡി ആയിട്ടുള്ള രണ്ട് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്തു. അതിനുശേഷം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയ ബൈനാൻസിൽ നമ്മുടെ മെറ്റാമാസ്ക് വാളറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്തു. ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ലെങ്കിൽ ഗോ ആൻഡ് വാച്ച്. ഓൾറൈറ്റ്, ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. അടുത്ത സെഷൻ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് ട്രേഡ്സ് ഓൺ എ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. ഒരു ഡെക്സിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു ഡെക്സും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സെൻട്രലൈസ്ഡ് ആണ്, ഒന്ന് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, ഒരു ഡെക്സിലാകുമ്പോൾ നമ്മുടെ ഫണ്ട്സൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം വാളറ്റിലാണ് കീപ്പ് ചെയ്യുക. ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ആ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ വാളറ്റിലേക്ക് നമ്മുടെ ഫണ്ടുകളൊക്കെ കീപ്പ് ചെയ്യാം. പിന്നെ വേറൊരു വ്യത്യാസം, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മളൊരു ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെർവറും അതിൻ്റെ ഡാറ്റാബേസിലുമാണ് നമ്മുടെ ട്രേഡുകൾ എക്സിക്യൂട്ട് ആകുന്നത്. പകരം നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അതായത് ഡെക്സിലാണ് നമ്മുടെ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ട്രേഡ് എക്സിക്യൂട്ട് ആകുന്നത് ബ്ലോക്ക് ചെയിൻ ഡയറക്റ്റ് ആണ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ചെയ്യുന്ന ട്രേഡുകളൊന്നും ബ്ലോക്ക് ചെയിനുമായിട്ടൊരു ബന്ധമില്ല. അതൊക്കെ അതിൻ്റെ സ്വന്തം ഡാറ്റാബേസിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യൂണിസ്വാപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് പോലാണ്. ആൻഡ് യൂണിസ്വാപ്പ് ഡൊമൈൻ ഈസ് uniswap.org. ഓക്കെ, uniswap.org. ഇത് യൂണിസ്വാപ്പിൻ്റെ ഹോം പേജാണ്. ഇതിൽ പോയാൽ നമുക്ക് കാണാം യൂണിസ്വാപ്പിൻ്റെ ട്രേഡിംഗ് വോളിയം 489 ബില്യൺ പ്ലസ് ആണ് യൂണിസ്വാപ്പിൻ്റെ ട്രേഡിംഗ് വോളിയം. അതുപോലെ തന്നെ 71 മില്യൺ പ്ലസ് ട്രേഡ്സ് യൂണിസ്വാപ്പിൽ ഹാപ്പൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 300+ B2B ഇൻ്റഗ്രേഷൻസ് ആൻഡ് 4400 പ്ലസ് കമ്മ്യൂണിറ്റി ഡെലിഗേറ്റ്സ്. ഓക്കെ, ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് യൂണിസ്വാപ്പിൻ്റെ. ഓരോ ഡിസിഷനിലും വോട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് കമ്മ്യൂണിറ്റി ഡെലിഗേറ്റ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ലോഞ്ച് ആപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ യൂണിസ്വാപ്പിൻ്റെ ആപ്പിലേക്ക് റിഡയറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ വാളറ്റ് കണക്റ്റഡ് ആണ്. ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുക. റൈറ്റ്, ഇപ്പോൾ നമ്മൾ കണക്റ്റ് ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് കാണാം മെറ്റാമാസ്ക് യൂണിസ്വാപ്പ് വാളറ്റ്. നമ്മുടെ വാളറ്റ് മെറ്റാമാസ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണക്റ്റഡ്. പിന്നെ നമ്മുടെ വാളറ്റ് നെറ്റ്വർക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നമുക്ക് എതിരം നെറ്റ്വർക്ക് മെയിൻ നെറ്റ് ഉണ്ട്, ആർബിട്രം, ഒപ്റ്റിമിസം, പോളിഗൺ, ബേസ്, BNB, അവലാഞ്ചെ, സെലോ. ഫസ്റ്റ് തന്നെ എൻ്റെ നെറ്റ്വർക്കിൽ ആ ഫണ്ട് ഉള്ളതെന്ന് എനിക്ക് നോക്കേണ്ടിയുണ്ട്. ഇത് DBank എന്നൊരു വെബ്സൈറ്റാണ്. ഇതിൽ പോയി കണക്ട് ചെയ്ത് നമ്മുടെ വാളറ്റിൽ ഏതോ നെറ്റ്വർക്കിലൊക്കെ എവിടെയൊക്കെയാണ് ഫണ്ട് ഉള്ളത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എൻ്റെ ഒപ്റ്റിമിസം നെറ്റ്വർക്കിലുണ്ട്, ZK സിങ്കറയിലുണ്ട്, ബേസിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒപ്റ്റിമിസം നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇപ്പം നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാനുള്ളൊരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് എതീറിയം ജസ്റ്റ് ഒന്ന് USDT ആക്കി നോക്കാം. Let's choose 0.01. ഇവിടെ സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക, കൺഫേം സ്വാപ്പ് അടിക്കുക. ഇതാണ് വാളറ്റ് കാർഡ് കൊണ്ടുള്ള ഉപകാരം ഇതാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരും. നമ്മളിപ്പം ഒരു ഫിഷിംഗ് സൈറ്റ്, ഇപ്പോൾ യൂണിസ്വാപ്പിൻ്റെ ഡൊമെയിൻ നിങ്ങൾ മാറി വേറൊരു സൈറ്റിൽ പോയി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 0.01 എത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 18.395 USDT നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, കൺഫേം അടിക്കുക. ഇതിൻ്റെ ഗ്യാസ് ഫീ ഇവിടെ കാണിക്കും, പക്ഷേ ഇത് കറക്റ്റല്ല. നമുക്ക് ട്രേഡ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം എക്സ്പ്ലോററിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗ്യാസ് ഫീ കറക്റ്റ് എത്ര പോയിട്ടുള്ളതെന്ന്. $0.17 നമുക്ക് ഇവിടെ ഗ്യാസ് ഫീ ആയി സ്പെൻഡ് ചെയ്തേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്വാപ്പ് സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് USDT നേരെ തിരിച്ച്, ഇതൊരു എക്സാമ്പിളായിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾ USDT വേണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ USDT തിരിച്ച് എതീരം തന്നെ ആക്കാം.
ഓക്കെ, കൺഫേം അടിക്കുക. ഇപ്പോൾ നമ്മൾ 2 ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ USDT നമ്മൾ ഈ യൂണിസ്വാപ്പിൻ്റെ കോൺട്രാക്റ്റിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ വാളറ്റിലുള്ള നമ്മുടെ USDT നമ്മൾ യൂണിസ്വാപ്പിന് ഒരു സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെർമിഷൻ കൊടുക്കുക എന്ന് പറയും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് റിവോക്ക് ക്യാഷ് ആണ്. റിവോക്ക് ക്യാഷ് അപ്രൂവൽ കൊടുക്കുമ്പോൾ മാത്രം വരുന്നൊരു എക്സ്റ്റൻഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മാക്സ് ഹിറ്റ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, അപ്രൂവ്. അതാണ് ട്രാൻസാക്ഷൻ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കലി പൊന്തി വരും. ഓക്കെ, ഇതൊരു സിഗ്നേച്ചറാണ്. ഇത് ഗ്യാസ്ലെസ് ട്രാൻസാക്ഷനാണ്. ഈ ട്രാൻസാക്ഷൻ വരുമ്പോൾ ഇതാണ് അടുത്ത ട്രാൻസാക്ഷൻ. ഇതാണ് സ്വാപ്പ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ. നമ്മൾ 18.395 USDT കൊടുക്കുമ്പോൾ നമുക്ക് 0.01 ഈതർ കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, ഇതാണ് വാളറ്റ് ഗാർഡ് കൊണ്ടുള്ള ഉപകാരം. നമുക്ക് കറക്റ്റ് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വാളറ്റ് ഗാർഡ് ഒന്ന് സിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഇത് ചെയ്യുന്നത്. കൺഫേം അടിക്കുക. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് $0.21 ഓക്കെ, ഇതാണ് ഈ യൂണിസ്വാപ്പിൽ ട്രേഡ് ചെയ്യുന്നത് മെത്തേഡ്. ഇനി ഏത് ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ച് ആയാലും നമ്മൾ ഏത് ടോക്കൺ വേണമെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് തന്നെയാണ് പിന്തുടരേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ടോക്കണിൻ്റെ കോൺട്രാക്ട് അഡ്രസ് അറിയില്ല, അല്ലെങ്കിൽ നമ്മളൊരു ബ്ലോക്ക് ചെയിനിൽ ഒരു ടോക്കൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് വെച്ചിട്ടാണ്. നിങ്ങൾക്കൊരു ടോക്കണിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോയിൻ ഗെക്കോയിൽ പോവാം, എന്നിട്ട് സെർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആർബി ടോക്കണിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് വേണം, സെർച്ച് ചെയ്യാം. ഇവിടെ കോൺട്രാക്റ്റ് എന്ന് കാണാം. ഇതാണ് ആർബിട്രത്തിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ്. ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് യൂണിസ്വാപ്പ് എടുത്തിട്ട് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ആർബിറ്റർ നെറ്റ്വർക്കിലാണ് ആർബി ടോക്കൺ ഉള്ളത്. സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ കാണാം ഉണ്ടോ ആർബിട്രം. ഇപ്പോൾ നിങ്ങൾ വണ്ടറടിക്കുന്നുണ്ടാവും എങ്ങനെയാണ് യൂണിസ്വാപ്പ് വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,